ടൗൺ ബസ് ആവട്ടെ, ലൈൻ ബസ് ആവട്ടെ, ഏത് ബസ് വേണമെങ്കിലും എവിടെ ആധാർ കാർഡ് കാണിച്ചെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കർണാടകയിലെ ആധാർ കാർഡ് വേണം. അവർ ഇവിടുത്തെ താമസമായിരിക്കണം. കർണാടകയിലെ ആധാർ കാർഡ് കാണിച്ചെന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്തും അവർ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. ആൾ കർണാടക എവിടെ പോയാലും. അപ്പൊ ഇവിടെ ബസ് ചാർജ് അങ്ങനെ, അപ്പൊ ഇലക്ട്രിസിറ്റി കറണ്ടിന്റെ ഒക്കെ കറണ്ടും ഫ്രീ ആണ് ഇവിടെ. ഫുള്ള് എന്ന് പറഞ്ഞാൽ ഒരു മാസം 200 യൂണിറ്റ് വരെ ഫ്രീ ആണ്. എല്ലാ വീടുകളും കടകൾക്ക് ഇല്ല അതൊന്നും കമേഴ്സ്യൽ വേറെയാണ്. വീടുകൾ കടകളും കമ്പനി വേറെയാണ്. അത് സാധാരണ ബില്ലൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് മാത്രം 200 യൂണിറ്റ് ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ മിനിമം ചാർജ് എടുക്കും. നമ്മൾ സാധാ വീട്ടുകാർ 200 യൂണിറ്റ് ഉപയോഗിക്കുമോ? ഇല്ല അത്ര ഉപയോഗിക്കില്ല. തികച്ചും ഫ്രീ ആണ്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോ ഈ കോൺഗ്രസ് സർക്കാർ വന്നിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്. നേരത്തെ ഉണ്ടായിരുന്നില്ല.